എടവനക്കാട് STPY-KPMHS ഹൈസ്കൂളിൽ എടവനക്കാട് പഞ്ചായത്തിന്റെ ഇൻസിനേറ്റർ ഉദ്ഘാടന ചടങ്ങ് നടന്നു. ഹൈസ്കൂളിലെ പ്രധാന അധ്യാപിക രത്നകല സ്വാഗതം പറഞ്ഞ ചടങ്ങ് എടവനക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അസീന അബ്ദുൽ സലാം ഉദ്ഘാടനം ചെയ്തു. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സാബു, വാർഡ് മെമ്പർ ശാന്തി മുരളി എന്നിവർ ആശംസ അർപ്പിച്ച് സംസാരിച്ചു. സീനിയർ അധ്യാപിക ലത ചടങ്ങിന് നന്ദിയും പറഞ്ഞു. നമസ്കാരം. നമ്മുടെ സ്കൂളിന് പഞ്ചായത്തിൽ നിന്ന് അനുവദിച്ചിട്ടിരിക്കുന്ന പുതിയ ഇൻസിനറേറ്ററിൻ്റെ ഉദ്ഘാടനം ഇന്ന് നടക്കുകയാണ് ഇവിടെ. അപ്പോൾ ആ ചടങ്ങിലേക്കാണ് നിങ്ങളെ ഇവിടെ വിളിച്ചു വരുത്തിയിരിക്കുന്നത്. ചടങ്ങിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നത് ബഹുമാനപ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി അസീന അബ്ദുൽ സലാമാണ്. കൂടാതെ വാർഡ് മെമ്പർ, ഏത് വാർഡാണ്, 9ാം വാർഡ് മെമ്പറായ സാബു ചേട്ടൻ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. മാഡത്തെ ഉദ്ഘാടനം ചെയ്യാനായി ഞാൻ ക്ഷണിക്കുന്നു. നമസ്കാരം. ബഹുമാനിയായ നമ്മുടെ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ, അതുപോലെ തന്നെ 9ാം വാർഡ് മെമ്പർ കൂടിയായിട്ടുള്ള സാബു, നമ്മുടെ പ്രധാന അധ്യാപിക, മറ്റു ടീച്ചേഴ്സ്, എനിക്കത്രയും സ്നേഹം നിറഞ്ഞ എൻ്റെ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, എടവനക്കാട് ഗ്രാമപഞ്ചായത്ത് 2 സ്കൂളുകളിലേക്കാണ് ഇൻസിനറേറ്റർ നൽകിയിട്ടുള്ളത്. ഒന്ന് നമ്മളുടെ HHS സ്കൂളും അതുപോലെ തന്നെ നമ്മളുടെ ഈ KPMHS സ്കൂളും. അവിടുത്തെ ഉദ്ഘാടനം കഴിഞ്ഞ ദിവസം കഴിഞ്ഞു. ഗ്രാമസഭയും മറ്റു തിരക്കുകൾ മൂലമാണ് നമ്മൾ ഇന്നത്തെ ദിവസത്തേക്ക് ഈ പരിപാടി മാറ്റിവെച്ചത്. നമുക്കറിയാം, നമ്മുടെ സ്കൂളുകളിൽ ഹരിതസഭകൾ നടക്കുകയുണ്ടായി. അപ്പോൾ ഈ ഹരിതസഭ നടന്ന സമയത്ത് HHSലെ വിദ്യാർത്ഥിനികൾ നമ്മളോട് ആവശ്യപ്പെട്ടു, ഇങ്ങനൊരു ഇൻസിനറേറ്ററിൻ്റെ അത്യാവശ്യം നമ്മളോട് പറയുകയുണ്ടായി. അന്ന് പഞ്ചായത്ത് ആ ഒരു വേദിയിൽ വെച്ച് തന്നെ ആ ഇൻസിനറേറ്റർ നിങ്ങൾക്ക് നൽകും എന്ന് ഉറപ്പ് നൽകുകയും അതിൻ്റെ അടിസ്ഥാനത്തിലാണ് പഞ്ചായത്ത് ഈ 2 ഇൻസിനറേറ്റർ നിങ്ങളുടെ വിദ്യാലയങ്ങളിലേക്ക് നൽകുന്നത്. അതിൻ്റെ ആവശ്യകത ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഇല്ലേ? നമുക്ക് നമ്മുടെ ആരോഗ്യം സംരക്ഷിക്കണമെങ്കിൽ നമുക്ക് വ്യക്തി ശുചിത്വം, മറ്റുള്ള എല്ലാ തരത്തിലുള്ള ശുചിത്വങ്ങളും അത്യാവശ്യമാണ്. വ്യക്തി ശുചിത്വം നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ നന്നായി നടത്തുമ്പോൾ നമ്മൾ ആരോഗ്യം സംരക്ഷിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. നമ്മുടെ എടവനക്കാട് പഞ്ചായത്തിലടക്കം നമ്മുടെ കേരളത്തിൽ മറ്റു രാജ്യങ്ങളിലെല്ലാം തന്നെ കൊറോണ ബാധിച്ചപ്പോൾ നമ്മുടെ പഞ്ചായത്തിൽ 13% മാത്രമാണ് കൊറോണ ബാധിച്ചത്. അതിൻ്റെ പ്രധാന കാരണം പഞ്ചായത്ത് അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള രോഗപ്രതിരോധത്തിനാവശ്യമായിട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളും പഞ്ചായത്ത് കൃത്യമായി ചെയ്തു എന്നുള്ളതാണ്. സ്ഥാനത്തിൽ നമ്മുടെ നാട്ടിൽ, നമ്മുടെ ഈ ഗ്രാമത്തിൽ നമുക്ക് വെറും 13% മാത്രമാണ്. പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം ആരോഗ്യത്തിന് അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രൊജക്റ്റുകൾക്ക് വളരെയധികം പ്രാധാന്യം നൽകിക്കൊണ്ട് തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. പെൺകുട്ടികളായ നിങ്ങളോട് എനിക്ക് പറയുവാനുള്ള കാര്യം, നമ്മൾ വളർന്നു വരുന്ന ഒരു തലമുറയാണ്. നാളെ ഒരു കാലത്ത് ഭാര്യയാകാനും അമ്മയാകാനും നല്ല കുട്ടികളാകാനും, അതായത് വഴികാട്ടികളാകുവാനുള്ള കുട്ടികളാണ്. നമ്മുടെ മാതാപിതാക്കൾ വളരെയധികം ബുദ്ധിമുട്ടി തന്നെയാണ് നമ്മളെ വിദ്യാഭ്യാസത്തിനും മറ്റ് നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളും ഒക്കെ തന്നെ നമുക്ക് നേടിത്തരുന്നു. നമ്മൾ രാവിലെ എഴുന്നേറ്റ് ഞങ്ങളുടെയൊക്കെ ഒരു പ്രായത്തിൽ നമ്മൾ വളരെയധികം കഷ്ടപ്പെട്ട് വളരെ ദൂരം യാത്ര ചെയ്യുന്നത് നടന്നുകൊണ്ടാണ് നമ്മൾ സ്കൂളുകളിലൊക്കെ പോയിട്ടുള്ളത്. പക്ഷെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത് നിങ്ങൾക്ക് സ്കൂളുകളിലേക്ക് എത്തണമെങ്കിൽ എല്ലാ സംവിധാനങ്ങളുണ്ട്. ഇപ്പോൾ സ്കൂൾ ബസ്സുകളുണ്ട്, സ്വന്തമായിട്ട് വണ്ടികളുള്ള മാതാപിതാക്കളാണെങ്കിൽ അവർ നമ്മളെ അങ്ങനെയൊക്കെ നിങ്ങൾക്ക് ചെയ്തു തരുക. അങ്ങനെ നമ്മൾ എല്ലാ സുഖങ്ങളും സന്തോഷങ്ങളും അനുഭവിച്ച് മുന്നോട്ട് പോകുമ്പോൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് എന്തെങ്കിലും ചെറിയ പ്രശ്നങ്ങൾ വരുമ്പോൾ അത് താങ്ങാനുള്ള ശക്തി വളരെ കുറവാണ്. അതുപോലെ തന്നെ നമ്മുടെ വീട്ടിൽ നമ്മുടെ മാതാപിതാക്കളെ നമ്മൾ സഹായിക്കേണ്ടതും അത്യാവശ്യം തന്നെയാണ്. ഇതിപ്പോൾ ജോലിയില്ലാത്ത മാതാപിതാക്കളൊക്കെ വളരെ കുറവാണ്. എല്ലാവരും ജോലി ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കുകയുള്ളൂ. വളരെ ചെറിയ കുറച്ച് ആളുകൾ മാത്രമാണ് വീടുകളിൽ ഇരിക്കുന്നത്. അപ്പോൾ നമ്മളുടെ വീടിലും ആ ശുചിത്വം നമുക്ക് തീർച്ചയായിട്ടും ഉണ്ടാകണം. അടിക്കും ചിട്ടയും ഒക്കെ നല്ലൊരു പെൺകുട്ടികളുടെ വീടുകളിലേക്ക് ചെല്ലുമ്പോൾ പെൺകുട്ടിയുണ്ട് എന്ന് ആ വീടിന് പ്രതീതി തോന്നിപ്പിക്കും. അമ്മമാരെ സഹായിക്കുവാനും അതുപോലെ തന്നെ വീടുകൾ അടുക്കും ചിട്ടയോട് കൊണ്ട് നടക്കുവാനും വീട്ടിലെ കുഞ്ഞുങ്ങളൊക്കെ നമുക്ക് കട്ടില്ലേ ഇതൊക്കെ പറിച്ചു കളയണം. നമ്മളെപ്പോഴും കാടും ഇതൊക്കെ
പിടിച്ച് കിടന്നിട്ടുണ്ടെങ്കിൽ ആ വീട്ടിലേക്ക് കയറി വരുന്നവരുടെ അവസ്ഥ എന്തായാലും ചിലപ്പോൾ നമുക്കറിയാം, നമുക്ക് പ്രതീക്ഷിക്കാത്ത പല കാര്യങ്ങളും കടന്നു വരുന്നത് പെട്ടെന്നായിട്ട് പ്രതീക്ഷിക്കലൊന്നും വരും. ആ ഒരു സമയത്ത് നമ്മുടെ വീടുകളിലേക്ക് കടന്നു വരുമ്പോൾ മറ്റുള്ള ആളുകൾ നമ്മളെ കുറ്റം പറയും. അത്തരം രീതിയിലൊന്നും പോകാതെ നമ്മൾ ശുചിത്വം പാലിക്കുന്നത് പോലെ തന്നെ നമ്മളുടെ വീട്ടിലും നമ്മളും ശുചിത്വം പാലിച്ച് നല്ല ആരോഗ്യം, നമുക്ക് കുറേ പൈസ അല്ലെ കാശുണ്ടായിട്ട് സമ്പത്തുണ്ടായിട്ടൊന്നും കാര്യമില്ല. ആരോഗ്യമില്ലെങ്കിൽ നമുക്കൊന്നും നടത്തുവാൻ സാധിക്കില്ല. കുറേ കാശുണ്ടായിട്ട് അത് കൊണ്ടുപോയി ഹോസ്പിറ്റലിൽ നിന്ന് ഇപ്പം എന്തെല്ലാം തരത്തിലുള്ള അസുഖങ്ങളാണ് വരുന്നത്. ഇതിന് പ്രധാന കാരണം ശുചിത്വമില്ലായ്മയാണ്. അപ്പോൾ ശുചിത്വം നമ്മൾ പാലിക്കണം. വിദ്യാർത്ഥികളെ, ഈ സാധനം എന്താണെന്ന് വെച്ചാൽ പേര് ഉപയോഗിക്കണ അറിയാമല്ലോ. അപ്പോൾ നമ്മൾ പഞ്ചായത്തിൻ്റെ പദ്ധതിപ്പെടുത്തിയിട്ട് 2 സ്കൂളുകൾക്കാണ് കൊടുക്കുന്നത്. ഇന്ന് HSലും ഇന്ന് ഇവിടെ HSL കഴിഞ്ഞ് കൊടുത്ത് അവിടെ നേരത്തെ ഉണ്ടായിരുന്നു, അത് കേടായി പോയതാണ്. അത് കേടായതിനു ശേഷം ഇവിടെ നമ്മൾ പുതിയത് കൊടുത്തതാണ്. അപ്പോൾ അത് നിങ്ങളുടെ ഉത്തരവാദിത്തം ഇത് കേടാതെ ഉപയോഗിക്കണം. ഇനിയുള്ള പിള്ളേർക്കും നിങ്ങൾ 10ാം ക്ലാസ് കഴിഞ്ഞ് അടുത്ത വരുന്ന പിള്ളേർക്കൊക്കെ ഉപയോഗിക്കുന്ന രീതിയിൽ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണം. HSL കേടായത് ശ്രദ്ധിക്കാണ്ടുള്ള റഫ് ഉപയോഗം മൂലമുള്ളതൊക്കെ മോശമായെന്നാണ് പറയുന്നത്. 150 എണ്ണമാണ് അതിൻ്റെ കപ്പാസിറ്റി ഒരു ദിവസം. HSL വലിയ സ്കൂളാണ്, നിങ്ങൾക്ക് ഇത് മതിയായിരിക്കുന്നു. അപ്പോൾ എന്തായാലും ഈ 150 എണ്ണമാണ് കപ്പാസിറ്റി എന്ന് പറയുമ്പോൾ നമ്മളെ അറിയാമല്ലോ. 150 എണ്ണം പറഞ്ഞാൽ ചിലപ്പോൾ 100 രൂപയ്ക്ക് കഴിഞ്ഞത് ഇപ്പോൾ വന്ന സാധനങ്ങൾ തന്നെയായിരിക്കും. നേരത്തേക്ക് 150 200 വെക്കാൻ പറ്റും. ഇപ്പോൾ വന്ന ഉൽപ്പന്നങ്ങൾക്ക് 150 ചിലപ്പോൾ അതിൽ താഴെ കപ്പാസിറ്റി ഉണ്ടാവുള്ളൂ. അപ്പോൾ അതിനനുസരിച്ച് സൂക്ഷിച്ച് നിങ്ങൾ കൈകാര്യം ചെയ്യണം. പഞ്ചായത്ത് ചെയ്യണ മറ്റു ശുചിത്വ പ്രവർത്തനങ്ങൾ നിങ്ങൾക്ക് അറിയാൻ പറ്റുമോ? വേറെ ശുചിത്വ മേഖലയിൽ പഞ്ചായത്ത് നടക്കണ ഞങ്ങൾക്ക് അറിയാൻ പറ്റും. നിങ്ങൾ കാണുന്നത് ഇതൊക്കെയാണ് സാധനമാണ് ശുചിത്വമായിട്ട് ബന്ധപ്പെട്ട് ഏറ്റവും അടുത്ത് നിങ്ങളുടെ വീട്ടിലാരും വരാറുണ്ടോ? ഹരിതകർമ്മസേനയ്ക്ക് വരാറുണ്ടോ? പ്ലാസ്റ്റിക് എടുക്കാൻ പ്ലാസ്റ്റിക് മാത്രം എടുത്തോളൂ നിങ്ങളുടെ വീട്ടിൽ നിന്ന്. വേറെ എന്തെങ്കിലും എടുക്കാറുണ്ട്? നിങ്ങൾ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക് എന്താ ചെയ്യാറ്? കൊടുക്കുക. അപ്പോൾ ശുചിത്വത്തിനാണ് ഇപ്പോൾ പ്രാധാന്യം നൽകിക്കൊണ്ട് സർക്കാർ ഒരു പരിപാടികൾ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ശുചിത്വമില്ലാത്തതുകൊണ്ട് പല അസുഖങ്ങളും, ഈ പ്ലാസ്റ്റിക് കത്തിക്കുന്നതുകൊണ്ട് ഉണ്ടാകുന്ന അസുഖങ്ങൾ, ഒരുപാട് കാര്യങ്ങളൊക്കെ അവർ ശാസ്ത്രജ്ഞന്മാരൊക്കെ നിരീക്ഷിച്ചിട്ടാണ് നമ്മളോട് ഒരു കാര്യം പറയുന്നത്. അപ്പോൾ ഈ പ്ലാസ്റ്റിക്, അതുപോലെ ചെരുപ്പ് എടുക്കാറുണ്ട് ഹരിതകർമ്മസേനക്കാർ, ബാഗ് എടുക്കാറുണ്ട്. ഈ ബാഗുകൾ, പഴയ ബാഗുകൾ, കുപ്പിച്ചില്ലുകൾ, അങ്ങനെ ഓരോ മാസം ഒരു ടൈം ടേബിൾ ഒക്കെ എടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ വീടുകളിൽ ഇപ്പോൾ മിക്ക ആൾക്കാരും തുടങ്ങിയപ്പോൾ അത്രയുള്ള ബുദ്ധിമുട്ടുകൾ കിട്ടില്ല, ബുദ്ധിമുട്ടുകൾ കൊടുക്കുന്നുണ്ട്. എന്നാലും നിങ്ങളുടെയൊക്കെ വീടുകളിൽ അതൊക്കെ കൃത്യമായിട്ട് കൊടുക്കാനുള്ള ഒരു നിങ്ങളുടെ വീട്ടുകാരെ കൊടുക്കുന്നില്ല എങ്കിൽ അതൊക്കെ അവർക്ക് കൊടുക്കാനും അതിൻ്റെ കാർഡ് അതിനകത്ത് നിങ്ങൾക്ക് നോക്കിയറിയാൻ പറ്റും ഓരോ മാസം എന്തൊക്കെ എടുക്കണം എന്നുള്ള പേജിൻ്റെയാണ്. അപ്പോൾ അതൊക്കെ നിങ്ങൾ നോക്കണം. പിന്നെ അതുപോലെ തന്നെ ഒരുപാട് ബോർഡുകളൊക്കെ നമ്മൾ സ്ഥാപിച്ചിട്ടുണ്ട് റോഡിലൊക്കെ. പൊതു ശുചിത്വങ്ങൾ പാലിക്കുന്നതിന് പ്ലാസ്റ്റിക് വലിച്ചെറിയരുത് അങ്ങനെ തുടങ്ങിയുള്ള കുറേ നിർദ്ദേശങ്ങൾ വെച്ചുള്ള കുറേ ബോർഡുകളൊക്കെ പഞ്ചായത്ത് സ്ഥാപിച്ചിട്ടുണ്ട്. അതുപോലെ നമ്മുടെ റോഡുകളൊക്കെ സൗന്ദര്യവൽക്കരിക്കുന്നതിനുള്ള നടപടികളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ ശുചിത്വമായി ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ട്. വിദ്യാർത്ഥികളാണ്, നിങ്ങളാണ് നാളെയുള്ള പൗരന്മാരായിട്ട് വരേണ്ട ആൾക്കാർ. അപ്പോൾ നിങ്ങളതൊക്കെ ഇപ്പോൾ തന്നെ ഞാൻ പറയും ഹരിതകർമ്മസേനക്കാരുടെ പ്രവർത്തനങ്ങൾ, അതിൻ്റെ കാർഡ് ഉൾപ്പെടെയൊക്കെ വായിച്ചു നോക്കിയിട്ട് അവരുടെ പ്രവർത്തനങ്ങളൊക്കെ സഹകരിച്ച് പഞ്ചായത്തിൻ്റെ സർക്കാരൊക്കെ നൽകുന്ന ശുചിത്വമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ കാര്യങ്ങൾ മാത്രം പറയാനുള്ളത്. ഈ സാധനം നിങ്ങൾ ചെയ്യേണ്ടത് കേട് വരുത്താതെ പരമാവധി ഉപയോഗിക്കാനായിട്ട് ശ്രമിക്കണമെന്ന് പറയാനുള്ളത്. നിങ്ങൾക്ക് ഇപ്പം എല്ലാവരും 10ാം ക്ലാസ്സിൽ എല്ലാവർക്കും ഒരു നല്ല വളരെ അത്യാവശ്യമായ കാര്യമാണ് നമ്മുടെ ജീവിതത്തിൽ ഇല്ലേ? പല പല അസുഖങ്ങൾ നമുക്കറിയാലോ. അതുകൊണ്ട് വായിച്ചുകൊണ്ട് ഈ പരിപാടിക്ക് എത്തിച്ചേർന്ന